ഓസ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ പണ്ട് നഴ്സിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ എല്ലാ പ്രൊസീജിയറും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പ്രിപ്പറേഷൻ ഓഫ് ദി യൂണിറ്റ്, അതിനുശേഷം പ്രിപ്പറേഷൻ ഓഫ് ദ ആർട്ടിക്കിൾസ്, പിന്നെ പ്രൊസീജിയർ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ഏറ്റവും ലാസ്റ്റ് റീപ്ലേസിങ്. അപ്പം നമ്മൾ ഓസ്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടൈം ബൗണ്ടാണ്, എല്ലാ പ്രൊസീജിയറും ടൈം ബൗണ്ടാണ്. ചില പ്രൊസീജിയേഴ്സിന് 6 മിനിറ്റ്, ചില പ്രൊസീജിയറിന് 8 മിനിറ്റ്, ചിലതിന് 10, ചിലതിന് 12. അപ്പം നമുക്ക് ഇങ്ങനെ ഈ തരുന്ന ടൈമിനുള്ളിൽ നമ്മുടെ പ്രൊസീജിയർ നമ്മൾ ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാ പ്രൊസീജിയറും നമുക്ക് ഈ റീപ്ലേസിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ വെർബലൈസ് ചെയ്താലും എക്സാമിനർ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ വെർബലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസസർ കുഡ് യു പ്ലീസ് അസ്യൂം ദാറ്റ് ഐ ഹാവ് റീപ്ലേസ്ഡ് ഓൾ ദ ആർട്ടിക്കിൾസ് അക്കോർഡിംഗ് ടു ദ ലോക്കൽ പോളിസി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസി. അത് നിങ്ങൾക്ക് വെർബലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെർബലൈസ് ചെയ്യുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് സമയമില്ല, കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഡോക്യുമെൻറ്റേഷനും ചെയ്ത് ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അല്ല ചുമ്മാ ഇപ്പം ഞാൻ ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കുട്ടി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഞാനിത് എല്ലാ സ്റ്റെപ്സും ഉണ്ടോ എന്ന് കണ്ട് ഞാൻ മാർക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഓസ്കിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിങ്ങൾക്ക് ചുമ്മാ പ്രൊസീജിയർ ചെയ്തിട്ട് നിന്നാൽ പോരാ. ആ ക്രൈറ്റീരിയ അനുസരിച്ച്, നമ്മുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ അനുസരിച്ച് പ്രൊസീജിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളിത് വെർബലൈസും ചെയ്യണം. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങളത് പറഞ്ഞ് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽഡ് ആണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊസീജിയറിൻ്റെ ആ ഒരു രീതി പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് മെയിനായിട്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ പ്രിപ്പറേഷൻ ഓഫ് ദി യൂണിറ്റ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇവിടെ നമുക്കത് വേണമെങ്കിൽ പ്രീ ചെക്സ് എന്ന് പറയാം. ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള പ്രീ ചെക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രീ ചെക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? അപ്പോൾ നമുക്കതൊരു മെയിനായിട്ടുള്ള റെഡ് ഫ്ലാഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രീ ചെക്കിനകത്ത് കുറേ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓസ്കിയിൽ പാസ്സാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പം ഇതെന്താണ്, ഈ പ്രീ ചെക്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കത് മീൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ പ്രീ ചെക്സ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ, ഫസ്റ്റ് നമ്മൾ ഒരു പേഷ്യൻ്റെ റൂമിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സിനാരിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ദ സീൻ ഇസ് സേഫ് ടു എൻ്റർ, ദർ ഇസ് നോ ഹാം ഫോർ മീ ഓർ മൈ പേഷ്യൻ്റ്. അപ്പം നമ്മളവിടെ ചെല്ലുവാണ്, ഒരു സ്പില്ലേജ് ഉണ്ട്. അപ്പം അത് നമുക്ക് റിസ്ക് ആണ്, ഈ ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിനും റിസ്ക് ആണ്. അപ്പം നമ്മൾ പറയും ദർ ഇസ് നോ ഹാം ഫോർ മീ ഓർ മൈ പേഷ്യൻ്റ്. നമ്മൾ ജസ്റ്റ് ചെന്നു എല്ലായിടും ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം ഇതാണ്, ദ സീൻ ഇസ് സേഫ് ടു എൻ്റർ, ദർ ഇസ് നോ ഹാം ഫോർ മീ ഓർ മൈ പേഷ്യൻ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ പ്രൊസീജിയറും നമ്മൾ പഠിക്കും, പ്രൊവൈഡ് പ്രൈവസി. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. പക്ഷെ ഓസ്കിയിൽ നമ്മളത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഫെയിൽ ആവും. അപ്പം നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഡ്രൂ ദ കർട്ടൻസ് ടു പ്രൊവൈഡ് പ്രൈവസി. ചിലപ്പോൾ അവിടെ കർട്ടൻ ഒന്നും കാണില്ല, പക്ഷേ എങ്കിലും നമ്മൾ പറയണം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത് എന്താണ്, ഹാൻഡ് വാഷിങ്. അപ്പം നമുക്ക് ഹാൻഡ് വാഷിങ്ങിന് സോപ്പും വെള്ളമൊന്നും അവിടെ കാണില്ല, നമുക്ക് ജെല്ലായിരിക്കും, നമ്മുടെ സാനിറ്റൈസർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം നമ്മൾ വെർബലൈസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഡു ഹാൻഡ് വാഷിംഗ് അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് വാഷിംഗ് എന്ന് പറയേണ്ട പെർഫോം ഹാൻഡ് ഹൈജീൻ യൂസിങ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 7 സ്റ്റെപ്പ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 7 സ്റ്റെപ്പ് അനുസരിച്ച് ഞാൻ അടുത്തതായിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ജെല്ലെടുത്തു, പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യണം. പാം ടു പാം, ബാക്ക് ഓഫ് ദ പാം, 2 കൈയിലും ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾ 2 വട്ടം പറഞ്ഞു, പാം ടു പാം, ബാക്ക് ഓഫ് ദ പാം, ബാക്ക് ഓഫ് ദ പാം. അത് അക്കോർഡിംഗ് ടു നിങ്ങളാണ്. അപ്പോൾ പാം ടു പാം, ബാക്ക് ഓഫ് ദ പാം, ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്, fingers interlocked, tip of the finger, rotation of thumb, rotation of the wrist. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊസീജിയറിനകത്ത് പറയണം. ഇപ്പോഴത്തേക്ക് നമ്മുടെ ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞു. ഇനി ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ നാട്ടിലാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പോകും. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഈ ചെയ്ത ജെല്ലൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ 30 സെക്കൻഡ്സ് ഹാൻഡ് ഡ്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇപ്പം നമുക്ക് 30 സെക്കൻഡ്സ് നോർമലി നമ്മൾ ചെയ്യേണ്ട 1 2 3 4 5 6 എന്ന് 30 വരെ എണ്ണണം. പക്ഷെ നമുക്ക് അങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കാൻ സമയമില്ല. അപ്പം നമ്മൾ ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അസസറിനോട് പറയും, അസസർ കുഡ് യു പ്ലീസ് അസ്യൂം ദാറ്റ് ദ 30 സെക്കൻഡ്സ് ഫോർ ഹാൻഡ് ഡ്രൈ ഈസ് ഓവർ. ഹാൻഡ് ഹൈജീനുള്ള 30 സെക്കൻഡ്സ് ഓവറായിന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ അസസറിനോട് പറയുക. അതോടുകൂടി ആ ഒരു സ്റ്റേജും കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ സിനാരിയോ വായിക്കണം. അപ്പം നമുക്ക് സിനാരിയോ പേപ്പർ ഉണ്ട്. നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, പക്ഷേ സിനാരിയോ വായിക്കാതെ പോകരുത്. സിനാരിയോ വായിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഏത് വാർഡിൽ നിന്നാണ് വന്നത്, നിങ്ങൾ ഏത് സമയത്താണ് ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ സിനാരിയോ നമുക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് എടുത്ത് നിങ്ങൾ സിനാരിയോ വായിക്കണം. ഈ സിനാരിയോ വായിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല.
ചുമ്മാ പേപ്പർ നോക്കിയിട്ട് ഓക്കെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സിനാരിയോക്കകത്ത് മെയിനായിട്ട് നോക്കണം നിങ്ങൾ ഏത് വാർഡിലാണ് ജോലി ചെയ്യുന്നത്, ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയം എപ്പോഴാണ്, ഏത് ദിവസമാണ്. ഓക്കെ, ദിവസം ടുഡേ എന്നായിരിക്കും തന്നിരിക്കുന്നത്, അതായത് ആ ദിവസത്തെ ഡേറ്റാണ് നിങ്ങൾ എല്ലായിടവും ഇടേണ്ടത്. അതുപോലെ സമയം, ഇത്രയും കാര്യങ്ങൾ നോക്കണം. പിന്നെ അതിൻ്റെ അകത്തോട്ട് ബാക്കി എന്താണുള്ളത് അതെല്ലാം നമ്മൾ എന്തായാലും നമ്മൾ വായിച്ചിരിക്കണം. എന്തായാലും നമ്മൾ ഈ മെയിൻ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ അടുത്തത് പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ ചെയ്തിട്ട് നഴ്സ് സ്റ്റേഷനിൽ ചെയ്തിട്ട് അങ്ങ് ദൂരെ അടുത്ത റൂമിലോട്ടല്ല പോകണം, ഇതെല്ലാം ഒരു റൂമിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ട് നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹലോ, മൈ നെയിം ഇസ് ടീന ജെറോം, ഐ എം വൺ ഓഫ് ദ നഴ്സസ് ലുക്കിംഗ് ആഫ്റ്റർ യു. അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഹലോ, മൈ നെയിം ഇസ് ടീന ജെറോം, ഐ എം വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് സർജിക്കൽ അസസ്മെൻറ്റ് യൂണിറ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ നഴ്സ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്. അപ്പം നമ്മൾ എത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നു അത്രയും കുറച്ചുകൂടി ക്ലാരിറ്റി ആയിരിക്കും, നമ്മുടെ മാർക്ക് കുറച്ചുകൂടി കൂടാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാസ് ആവാനുള്ള റേറ്റ് അത്രയും കൂടുതലായിരിക്കും, പാസ് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഹലോ, മൈ നെയിം ഇസ് ടീന ജെറോം, ഐ എം വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് മെഡിക്കൽ അസസ്മെൻറ്റ് യൂണിറ്റ്, ഐ എം ഗോയിങ് ടു ലുക്ക് ആഫ്റ്റർ യു ടുഡേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അടുത്ത എന്താ വേണ്ടത്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിൻ്റെ കൺസെൻറ്റും കൂടെ നമുക്കിവിടെ ഗെയിൻ ചെയ്യാം. Today I am going to do some assessment for you. അല്ലെങ്കിൽ today I am going to administer an injection. Are you okay? എന്ന് ചോദിച്ചവരുടെ കൺസെൻറ്റ് കൂടെ നമ്മൾ ഗെയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ ആ നമ്മൾ ഇൻട്രൊഡ്യൂസും ചെയ്തു, കൺസെൻറ്റും ഗെയിൻ ചെയ്തു. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ വേണ്ടത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് പേഷ്യൻ്റ് ആരാണെന്ന് അറിയണ്ടേ. UK വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കുറേ പേര് കാണും സെയിം നെയിം ഉള്ളവർ. അപ്പം നമ്മൾ അവരുടെ സർനെയിം വെച്ചിട്ടായിരിക്കും, മീൻസ് നമുക്ക് അവരെ വ്യത്യാസം അറിയാൻ പറ്റണം. അപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ബെറ്റി എന്ന് പറയുന്നത്, ബെറ്റി പൈക്ക് എന്ന് പറഞ്ഞാൽ കുറേ പേര് കാണും, അവരുടെ സർനെയിമിലായിരിക്കും ബെറ്റി പൈക്ക് ഷെപ്പേർഡ്. അപ്പോൾ ആ ഷെപ്പേർഡ് ആയിരിക്കും മറ്റേ ആൾക്ക് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്ക് അവരുടെ ഫുൾ നെയിം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, മേ ഐ നോ വാട്ട് ഇസ് യുവർ പ്രിഫേർഡ് നെയിം. അപ്പോൾ ചിലപ്പം ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ ഒരു പേഷ്യൻറ്റ് പറയുവാണ്, എൻ്റെ പേര് ജെയിംസ് ഗോർഡൻ എന്നാണ്, പക്ഷേ എന്നെ ഗോർഡൻ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ എപ്പോഴും അവരോട് പ്രിഫേർഡ് നെയിം ചോദിക്കാം. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് അല്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ID ചെക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പറയാം, നൗ ഐ വോണ്ട് ടു ഡു യുവർ ID ചെക്ക് എന്ന് പറയണം. അപ്പം എന്നിട്ട് ക്യാൻ ഐ ചെക്ക് യുവർ ID ബാൻഡ്. ഹോസ്പിറ്റലിലുള്ള പേഷ്യൻറ്റിന്, നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് പുറത്തു കൊണ്ടുവരുന്ന കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ ID ബാൻഡ് ഇട്ടേക്കണം, കണ്ടിട്ടില്ലേ, റിസ്റ്റ് ബാൻഡ്. ഇതുപോലെ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന എല്ലാ പേഷ്യൻസിനും കാണും. അപ്പം നമുക്ക് നമ്മുടേത് മാനിക്കിനാണെങ്കിലും ഒരു റിയൽ ലൈഫ് ആക്ടർ ആണെങ്കിലും നമുക്ക് അവർക്കൊരു ഡമ്മി കാണും. ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് എല്ലാവരും ഡമ്മി കാണും. അപ്പം നമ്മൾ നോ ഐ എം ഗോയിങ് ടു ഡു ദ ID ചെക്ക്, ക്യാൻ ഐ ചെക്ക് യുവർ റിസ്റ്റ് ബാൻഡ് എന്ന് ചോദിച്ചിട്ട് ആ റിസ്റ്റ് ബാൻഡും എടുക്കണം, റിസ്റ്റ് ബാൻഡും പിടിക്കണം, നമ്മുടെ കഴിക്കുന്ന പേപ്പർ. Can you please state your full name and date of birth? അപ്പോൾ അവർ പറയും, my name is James Gordon and my date of birth is 01/01/1991. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിക്കുന്ന പേപ്പറും റിസ്റ്റ് ബാൻഡ് നോക്കിയിട്ട് നെയിം ജെയിംസ് ഗോർഡൻ, ഡേറ്റ് ഓഫ് ബർത്ത് 01/01/1991 രണ്ടിലും നോക്കുക. ഓക്കെ, ഇനി ഹോസ്പിറ്റലിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റൽ നമ്പറും കൂടി കാണും. നമ്മുടെ കഴിക്കുന്ന പേപ്പറിലും ആ ID ബാൻഡിലും ഹോസ്പിറ്റൽ നമ്പർ 123456, ഹോസ്പിറ്റൽ നമ്പർ 123456. ഇങ്ങനെയാണ് നമ്മൾ ID ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റിയിലാണെങ്കിലോ പേഷ്യൻറ്റ്, അവർക്ക് ഈ ഹോസ്പിറ്റൽ നമ്പർ കാണുമോ? ഇല്ല. അതിന് പകരം നമ്മൾ ചോദിക്കണം ഫുൾ അഡ്രസ്സ് ചോദിക്കണം. അതുപോലെ റിസ്റ്റ് ബാൻഡും കാണില്ല, നമ്മൾ പേഷ്യൻറ്റിനോടാണ് നമ്മൾ ഡയറക്റ്റ് ചോദിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരിടവും നമ്മൾ പേഷ്യൻറ്റ് മീൻസ് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പേര് തന്നെ പറയണം. ജെയിംസ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേരെന്ന് വെച്ചു, അപ്പം നമ്മൾ നമ്മുടെ പേഷ്യൻ്റെ പേര് ജെയിംസ് എന്നാണ്. അപ്പം ഓക്കെ ജെയിംസ്. എന്നിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ID ചെക്ക് എല്ലാം കഴിഞ്ഞു, നമ്മൾ റൈറ്റ് പേഷ്യൻ്റ് എടുത്ത് ആണ്. ഓക്കെ ജെയിംസ്, താങ്ക് യു അസസർ, നൗ ഐ എം വിത്ത് ദ റൈറ്റ് പേഷ്യൻറ്റ് ആൻഡ് ഐ എം ഹാപ്പി ടു പ്രൊസീഡ്. ഞാൻ എൻ്റെ റൈറ്റ് പേഷ്യൻറ്റിൻ്റെ കൂടെയാണ്, എനിക്ക് തന്നേക്കുന്ന പേഷ്യൻറ്റ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഹാപ്പിയാണ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ID ചെക്ക് കഴിഞ്ഞു, ഇനി അലർജി ചെക്ക്. അപ്പം നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഈ വൈറ്റ് ബാൻഡിൻ്റെ കൂടെ റെഡ് ബാൻഡും കൂടെ കാണും, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിന് അലർജി ഉണ്ടെന്നാണ്. ഇനി ആ റെഡ് ബാൻഡ് ഇല്ലെങ്കിലും നമ്മൾ ചോദിക്കണം, ജെയിംസ് ഡു യു ഹാവ് എനി അലർജീസ്. അപ്പം ജെയിംസ് പറയും അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം, ഡു യു ഹാവ് എനി അലർജി ടു മെഡിക്കേഷൻ, ഫുഡ് ഓർ ലാറ്റക്സ്. അപ്പം ജെയിംസ് പറയണം, ഐ എം അലർജിക് ടു പെൻസിലിൻ, അല്ലെങ്കിൽ യെസ് ഐ എം അലർജിക് ടു പ്രോൺസ്. അപ്പം ജെയിംസ് എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് നമ്മൾ ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ്. ഇല്ല, അലർജി ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ. ഇനി അലർജി ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ് നമ്മൾ കാര്യം പറയുവാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കണം, നിനക്ക് ഈ അലർജി ഉണ്ടാകുമ്പോൾ എന്ത് റിയാക്ഷനാണ് ഉണ്ടാവുന്നത്? ഓക്കെ, വെൻ യു ടേക്ക് പെൻസിലിൻ what reaction do you have, അല്ലെങ്കിൽ when you take prawns what reaction do you have. അപ്പം ആ പേഷ്യൻ്റ് പറയുവാണ്, ഐ വിൽ ഗെറ്റ് അനാഫൈലാറ്റിക് റിയാക്ഷൻ, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് റാഷസ് ഓൾ ഓവർ മൈ മൗത്ത്,
ഐ വിൽ ഗെറ്റ് റാഷസ് ഓൾ ഓവർ മൈ ബോഡി. അപ്പം നമ്മൾ പേഷ്യൻ്റ് എന്താണ് പറയുന്നത് അത് നമ്മൾ കേട്ട് ഇത് ഈ റിസ്റ്റ് ബാൻഡിലും എഴുതിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിലും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് റിട്ടൺ ഹിയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് അഡ്മിനിസ്ട്രേഡ് വിത്ത് എനിത്തിങ് കണ്ടെയ്നിങ് പെൻസിലിൻ. പെൻസിലിനുള്ള ഒരു സാധനവും നിനക്ക് അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്താം എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഐ ഡി ചെക്ക് കഴിഞ്ഞു, അലർജി ചെക്ക് കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ എന്താ ഉള്ളത്, നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ്, നമ്മൾ ആർട്ടിക്കിൾസ് എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ പേഷ്യനോട് പറയും, ഓക്കെ ജെയിംസ്, നൗ ഐ എം ഗോയിങ് ടു ഗെറ്റ് ദ ആർട്ടിക്കിൾസ് റെഡി ഫോർ ദ പ്രൊസീജിയർ. Meanwhile, if you have any concerns, can you please use the call buzzer? I will be back for you. അപ്പം ഞാൻ പോകുന്ന സമയത്ത് പേഷ്യൻ്റ് ഒരു നെഞ്ചുവേദന എടുത്ത് പേഷ്യൻ്റ് എങ്ങനെ എന്നെ അറിയിക്കും? പേഷ്യൻ്റ് ഒരു കോൾ ബെല്ലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ബസർ അടിക്കില്ലേ, എല്ലാ ഹോസ്പിറ്റലിലും ഒന്നും ഇല്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ കാട്രാക്റ്റിൻ്റെ മീൻസ് ഐ സർജറി ചെയ്യുന്നവിടെ മാത്രം ഈ കോൾ ബെല്ലുണ്ടായിരുന്നു. ബാക്കി റൂംസിലൊന്നും കോൾ ബെല്ലൊന്നും ഇല്ല. ഏതെങ്കിലും ബൈസ്റ്റാൻഡർ വന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ റൂമുകളിൽ മീൻസ് ഐ സർജറി ചെയ്തവർക്ക് വന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു യൂണിറ്റിൽ മാത്രം വെച്ചിട്ട്, എനിക്കറിയില്ല ബാക്കിയുള്ള ഹോസ്പിറ്റൽസിലായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് അവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നഴ്സ് സ്റ്റേഷനിൽ അറിയാൻ പറ്റും റൂം 25 പേഷ്യൻറ്റിന് നഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് അവർക്ക് ഈ ഇവിടെ എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. കോൾ ബസർ കൊടുത്തിട്ട് നമ്മൾ പറയണം, ഞാൻ പോകുവാണ്, ഞാൻ ആർട്ടിക്കിൾസ് എല്ലാം റെഡിയാക്കിയിട്ട് വരാം, ഞാൻ പോകുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിനക്ക് ഈ കോൾ ബെല്ല് യൂസ് ചെയ്യാം. താങ്ക് യു ജെയിംസ്, ഐ സീ യു ഇൻ സം ടൈം, ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്ന് പോകുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രീ ചെക്സ്. അപ്പോൾ ഇതിന് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത് ക്ലിയർ ആയെന്നാണ് എനിക്ക് വിശ്വാസം, എൻ്റെ വിശ്വാസം. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.